OPയിൽ വരുന്ന രോഗികളിൽ ഒരു പ്രധാന പങ്ക് മുട്ടുവേദന അനുഭവിക്കുന്നവരാണ്. മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ പ്രധാന കാരണമാണ് തേയ്മാനം എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് അതിനെ 4 സ്റ്റേജായിട്ട് തിരിക്കുന്നുണ്ട്. സ്റ്റേജ് 1 and 2 എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ളൂ. സ്റ്റേജ് 3ഉം 4ഉം എന്ന് പറയുന്നത് അമിതമായ തേയ്മാനമാണ് വരുന്നത്. സ്റ്റേജ് 1 and 2ലുള്ളവർക്ക് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിത രീതിയിലുള്ള മാറ്റങ്ങളാണ് അഡ്വൈസ് ചെയ്യാറ്. കുറച്ച് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്, വൈറ്റമിൻ ഡി പോലുള്ള സപ്ലിമെൻറ്റ്സ്, പിന്നെ വേദന ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ, MRI പോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. അതിലെന്തെങ്കിലും ലിഗമെൻറ്റ് ഇഞ്ചുറിയോ മെനിസ്കൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നു. ഭാവിയിലോട്ട് തേയ്മാനം വരാതെ തടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റേജ് 3 എത്തിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ അവർക്ക് എക്സസൈസ് കൊടുക്കുന്നു, ആൻറ്റി ഇൻഫ്ലമേറ്ററി ചെറിയ മരുന്നുകൾ കൊടുക്കുന്നു, വേദന കുറയാനുള്ള മരുന്നുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴെല്ലാം PRP ഇഞ്ചക്ഷൻ, പ്ലാസ്മ ഇഞ്ചക്ഷൻ മുട്ടിലോട്ട് കൊടുക്കാറുണ്ട്. അത് തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷനെ ഒരു പരിധിവരെ കുറയ്ക്കാറുണ്ട്. സ്റ്റേജ് 4, അതായത് ലാസ്റ്റ് സ്റ്റേജ്, മുട്ടിലെ തരുണാസ്ഥി പൂർണ്ണമായി പോയി മുട്ടിലെ എല്ലുകൾ തമ്മിൽ ഉരയുന്നൊരു സ്റ്റേജ് എത്തും. അപ്പോൾ അതിന് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ സാധാരണ മുട്ടുമാറ്റിവെക്കൽ സർജറിയെ പറ്റിയാണ് ചിന്തിക്കാറ്. സ്റ്റേജ് 3 ഓസ്റ്റിയോആർത്രൈറ്റിസ് എല്ലാം നമ്മൾ പലപ്പോഴും HTA പോലത്തെയുള്ള സർജറികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ HTOയിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു അലൈൻമെൻറ്റ് എക്സ്റേ എടുക്കുന്നു, അര തൊട്ട് പാദം വരെയുള്ള ഒരു എക്സ്റേ എടുക്കുന്നു, എത്രത്തോളം വളവുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ വളവ് നിർത്തുന്നു. അപ്പോൾ യൂണിഫോമായിട്ട് 2 സൈഡിലും, അകത്ത വശത്തും പുറത്ത വശത്തും ഈക്വലായിട്ട് ഭാരം വരികയും അത് മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷനെ ഒരു പരിധി വരെ കുറയ്ക്കുകയും ആ മുട്ട് തന്നെ അവർക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നു. സ്റ്റേജ് 4 എന്ന് പറയുന്നത് കാർട്ടിലേജ് പൂർണ്ണമായി പോയതിന് ശേഷം ആ എല്ലുകൾ പരസ്പരം തട്ടുന്നു. എല്ലുകളിൽ മാത്രമാണ് ഞരമ്പുകളുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ സാധാരണ മുട്ടുമാറ്റിക്കൽ സർജറിയാണ് അഡ്വൈസ് ചെയ്യാറ്. അതാണ് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം ഉപയോഗം കൊണ്ട് റോബോട്ടിക് സർജറി എല്ലാം വളരെ നല്ല റിസൾട്ടാണ് ഇന്ന് മുട്ടുമാറ്റിക്കൽ സർജറിയിൽ തരുന്നത്.